65 സങ്കീർത്തനം ഒരിക്കൽ കൂടെ നമ്മൾ വായിക്കുവാൻ ഇടയായിത്തീർന്നു. ആമേൻ. വളരെ അനുഗ്രഹീയത, സന്തോഷകരമായ ഒരു അനുഗ്രഹപൂർവമായ ഒരു സങ്കീർത്തനമായി നമുക്ക് 65 സങ്കീർത്തനത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് അനുഗ്രഹപൂർവമായ ചില തുടക്കങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 65 സങ്കീർത്തനം. അതിന് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അവസാനത്തെ 3 വാക്യങ്ങളാണ്. നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മെ ശ്രേഷ്ഠകരമായി നടത്താൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഹൃദയം നമുക്കവിടെ കാണാൻ കഴിയുന്നു. 3 വാക്യങ്ങൾ. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, ഇതിൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവയെ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ കഴിയുന്നു. ആമേൻ. ഭൗതിക അനുഗ്രഹങ്ങൾക്കുള്ള ഒരു പ്രാധാന്യത പഴയ നിയമ ചിന്തകൾക്കകത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അതിനേക്കാളും, അല്ലെങ്കിൽ ഭൗതികമായി നമുക്ക് ലഭിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളെക്കാളും പുതിയ നിയമം എംഫസിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് ആത്മീയ അനുഗ്രഹങ്ങൾക്കും ആത്മീയ സ്വഭാവങ്ങൾക്കുമാണ്. നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ആത്മീയ സ്വഭാവങ്ങൾക്കുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ അതേപോലെ തന്നെ പുതിയ നിയമത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളായി തുലനം ചെയ്ത് നമ്മൾ പഠിക്കാറുണ്ടല്ലോ. പഴയ നിയമത്തിൽ സകല ഭൗതിക അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ നിറയ്ക്കുമെങ്കിൽ, മേച്ചിൽപ്പുറങ്ങൾ ആടുകൾ കൊണ്ട് നിറച്ച്, കുന്നുകൾ ഉല്ലാസം കൊണ്ട് നിറയ്ക്കുമാറ് ദൈവം സകല നിറവും അനുഗ്രഹങ്ങളും നൽകുമെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവമക്കൾക്ക് ദൈവം നൽകുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവുമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അതിനകത്ത് ഒരു ചിന്ത നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രസംഗത്തിനപ്പുറത്തേക്ക് ഒരുമിച്ചുള്ള ഒരു പഠനമായി, ചിന്തയായി ചില കാര്യങ്ങൾ വേഗത്തിൽ ശാന്തമായി നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുവാനാണ് കർത്താവ് എനിക്ക് ഇന്ന് പകൽ നിയോഗം തന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പങ്കുവച്ച കർത്താവിൻ്റെ മേശയ്ക്ക് ഉണ്ടായിരുന്നു കൊണ്ടധികം തിരുവചന ശുശ്രൂഷയ്ക്ക് നമ്മൾ സമയമെടുത്തില്ലെങ്കിലും പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്ന് ഞാൻ കരുതട്ടെ. 2 പ്രധാനപ്പെട്ട വാക്കുകൾ. 1 വീണ്ടും ജനനം, 2 വീണ്ടെടുപ്പ്. ഒരു ദൈവവചനത്തെ സംബന്ധിച്ച് വീണ്ടും ജനനത്തോടുകൂടി ആരംഭിച്ച് വീണ്ടെടുപ്പോടുകൂടി അവസാനിക്കുന്നതാണ് അവൻ്റെ ആത്മീയ ജീവിതമെന്ന് പറയുന്നത്. അവൻ വീണ്ടും ജനിക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യണം. ഹല്ലേലൂയ. വീണ്ടും ജനിക്കപ്പെട്ടവരൊക്കെ വീണ്ടെടുക്കപ്പെടും. അതാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ. സ്നാനപ്പെട്ടവരെല്ലാം വീണ്ടെടുക്കപ്പെടണമെന്നില്ല, സഭയ്ക്കകത്ത് വന്നിരിക്കുന്നവരെല്ലാം വീണ്ടെടുക്കപ്പെടണമെന്നില്ല. ആരാധനയിൽ പങ്കെടുത്തു എന്ന കാരണം കൊണ്ട്, ദശാംശം നൽകി എന്ന കാരണം കൊണ്ട് വീണ്ടെടുക്കപ്പെടണമെന്നില്ല. ഹല്ലേലൂയ. ശരിയായ വീണ്ടും ജനനവും ശരിയായ ആത്മീയ വളർച്ചയും നമുക്ക് ഉണ്ടെങ്കിലാണ് ദൈവം നമ്മുടെ ജീവിതത്തോട് കൂടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദൈവം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ഭൗതിക വിഷയങ്ങൾ, നമ്മുടെ ശാരീരിക ക്ലേശങ്ങളുടെ എല്ലാ മധ്യത്തിൽ നമ്മളായിരിക്കുമ്പോഴും നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു മേഖലയില്ല. ഒരു പദ്ധതിയും മാറ്റിയിട്ടില്ല. ദൈവത്തിൻ്റെ കരം കുറുതായിട്ടില്ല. കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചോ അതേപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ തരാനും അനുഗ്രഹിക്കുവാനും ദൈവം വിശ്വസ്തനായ ദൈവം അത് മാറ്റിവെച്ചിട്ടില്ല. അനുഗ്രഹമൊന്നും മാറ്റിവെച്ചിട്ടില്ല. അനുഗ്രഹിക്കുന്ന സിസ്റ്റം ഒന്നും ദൈവം ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടില്ല. ഇന്നും വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. അവിടെ കൂടെ ഇരിക്കുന്ന ദൈവം തന്നെയാണ്. ഈ സങ്കീർത്തനം തന്നെ പറയുന്നല്ലോ അതിൻ്റെ ഹല്ലേലൂയ 5-ാമത്തെ വാക്യം, ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് വേണ്ടി ഉത്തരമരുളുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവം നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാ. ആരുടെ മുഖം നോക്കി, ആരുടെ പുറമേ നോക്കി അല്ല. ദൈവം ഒരു കാര്യത്തിൽ ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അത് നീതിയുള്ള ഇടപെടലുകളായിരിക്കും. ഹല്ലേലൂയ. 2, അങ്ങനെ ദൈവം ഒരാളുടെ ജീവിതത്തിൽ നീതി ഉണ്ടെന്ന് കണ്ടാൽ ഭയങ്കര കാര്യങ്ങളാൽ, അത്ഭുതകരമായ കാര്യങ്ങളാൽ, അസാധാരണമായ കാര്യങ്ങളാൽ അവരുടെ ജീവിതത്തിൽ
ഉത്തരം അരുളുവാൻ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ഇന്നലകളിൽ അത്ഭുതകരമായ അസാധാരണമായ ദൈവപ്രവർത്തികൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഭയങ്കര കാര്യങ്ങളാൽ ഈ 2025 ഒക്ടോബർ മാസം 5-ാം തീയതി കർത്താവിൻ്റെ ആ സ്വഭാവത്തിന് മാറ്റമില്ല. ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരമരുളുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ നീതിയുള്ള ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുമ്പോൾ ചില അത്ഭുതകരമായ കാര്യങ്ങൾ, ഭയങ്കരമായ കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവിക സ്വഭാവങ്ങൾക്ക് മാറ്റം വരത്തില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലുള്ള അനന്യനായ ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. കാലഗതികൾ കൊണ്ട് മാറ്റം വരുന്നവനല്ല ഹല്ലേലൂയ അവൻ നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലും നമ്മൾ ആരാധിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കൂടിയിരിക്കുന്ന ദൈവമാണ്. എന്നാൽ രണ്ട് കാര്യം ഇന്ന് പകൽ ഓർക്കുക. ദൈവത്തിൻ്റെ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുവാൻ നാം തയ്യാറാകുക. ദൈവം നമ്മളെ പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ ശൈലിയിൽ, ദൈവത്തിൻ്റെ രീതിയിൽ, ദൈവത്തിൻ്റെ പാഠശാലകളിൽ, ദൈവത്തിൻ്റെ പാദപീഠ സൗമ്യതയോടെ ക്ഷമയോടെ ഇരുന്ന് ദൈവ പദ്ധതിക്കായി ഒരുക്കപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. ഞാൻ മുഖപുരകൾ അവസാനിപ്പിച്ചിട്ട് വേഗത്തിൽ വരട്ടെ. നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പം വീണ്ടും ജനനം മുതൽ വീണ്ടെടുപ്പ് വരെയുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം, ഹല്ലേലൂയ, ഇവിടെ നമ്മൾ ഏറ്റവും വ്യക്തമാക്കപ്പെടേണ്ടത് നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടതിനെ തിരിച്ചറിയുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ ചോദ്യം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കും. നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതെങ്ങനെയാണ്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസുകളിൽ, മുൻഗണനകളിൽ ഒക്കെ വന്ന വ്യതിയാനമാണ് നമ്മുടെ വീണ്ടും ജനനത്തെ സ്വാധീകരിക്കുന്നത്. യോഹന്നാൻ 3 പറയുന്നല്ലോ, വീണ്ടും ജനനം ഒരു കാറ്റടിക്കുന്നത് പോലെ. എങ്ങനെയാ, എവിടെയാണ്, എവിടുന്നാന്ന് നമുക്കറിയത്തില്ല, കാണാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ റിസൾട്ടുകളാണ് ആ കാറ്റിനെ ഹല്ലേലൂയ സാധൂകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ ശൈലികളിൽ, രീതികളിൽ, സ്വഭാവങ്ങളിൽ വന്ന മാറ്റങ്ങളാണ് നമ്മളിൽ യഥാർത്ഥത്തിൽ വീണ്ടും ജനനം നടന്നിട്ടുണ്ടോ, അതോ ഒരു ഓളത്തിൽ നമ്മൾ ദൈവസഭയുടെ ഭാഗമായി മാറിയതാണോ? ഇത് അവരവർ കണ്ടുപിടിക്കേണ്ട. ഒരു പാസ്റ്റർക്കും മനസ്സിലാക്കണമെന്നില്ല, ഒരു സഭയ്ക്കും ഒരുപക്ഷെ മനസ്സിലാക്കണമെന്നില്ല. എല്ലാ മീറ്റിങ്ങിനും വരികയും എല്ലാ മീറ്റിങ്ങിനും കൈയടിച്ച് ആരാധിക്കുകയും ദശാംശം കൊടുക്കുകയും പുറമെ ഭക്തിയൊക്കെ നമ്മൾ നടിച്ചാൽ സഭ നിങ്ങളെ വിശുദ്ധരായി കണക്കാക്കും. ദൈവദാസന്മാർ നിങ്ങളെ വിശുദ്ധരായി കണക്കാക്കും. ആമേൻ. ലോകം നിങ്ങളെ വിശുദ്ധരായി മനസ്സിലാക്കും. എന്നാൽ അവരവരുടെ ചിന്തകളെയും അവരവരുടെ സ്വഭാവങ്ങളെയും അവരവരുടെ രഹസ്യ ജീവിതത്തെയും വിചിന്തനം ചെയ്തുകൊണ്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തിക്കൊണ്ട് അതിനെ മനഃപൂർവമായി വിലയിരുത്തിക്കൊണ്ട് വേണം ഓരോ ദൈവമക്കളും ഉറപ്പാക്കേണ്ടത്, ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. ഇന്ന് പകൽ ഒരുപക്ഷെ സ്നാനപ്പെട്ടിട്ട് 10 വർഷം കഴിഞ്ഞു കാണാം. എന്നാൽ വീണ്ടും ജനിക്കപ്പെട്ടെന്നൊരു തിരിച്ചറിവാകത്തില്ലെങ്കിൽ, സഭയുടെ മുമ്പിൽ പറഞ്ഞില്ലെങ്കിലും ദൈവത്തോട് പറയണം, അപ്പാ ആ അനുഭവത്തിലേക്ക് എനിക്ക് വരാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല. എൻ്റെ ഭാഷയെ മാറ്റാൻ പറ്റുന്നില്ല, എൻ്റെ ശൈലിയെ മാറ്റാൻ പറ്റുന്നില്ല, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് കീഴടങ്ങാൻ പറ്റുന്നില്ല. ആമേൻ. എൻ്റെ ഭവനത്തിൽ എനിക്ക് വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഭവനത്തോടുള്ള കടമകൾ ചെയ്യാൻ പറ്റുന്നില്ല, ദൈവത്തോടുള്ള കടപ്പാടുകൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് ഒരുപക്ഷെ ഉലകത്തിൽ ആർക്കും അത് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കതിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ രഹസ്യത്തിൽ ദൈവസന്നിധിയിൽ പറയണം, അപ്പാ ഒരു വീണ്ടും ജനന അനുഭവം എന്നിലേക്ക് വരണം. ഞാൻ അതല്ല ഇന്നത്തെ എൻ്റെ ചിന്ത. കഴിഞ്ഞാഴ്ച പറഞ്ഞു വന്ന ഭാഗത്തിൻ്റെ തുടർമാനമായ ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്തെന്ന് മാത്രം. നിങ്ങളുടെ ഭാഷ മാറുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ രീതികൾ മാറുന്നുണ്ടോ? നമ്മളുടെ മറ്റുള്ളവരോടുള്ള മനോഭാവം നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അയൽഭവനങ്ങളോട് ഉള്ള മനോഭാവത്തിൽ മാറ്റം വന്നോ? അതോ രക്ഷിക്കപ്പെട്ടതിന് മുമ്പുള്ള അതേ മനോഭാവം, രക്ഷിക്കപ്പെടാത്ത ഭവനത്തിൽ നടക്കുന്ന അതേ വഴക്കും വയ്യാലേ പടക്കും
ബന്ധവും വൈരാഗ്യമാണോ എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ നടക്കുന്നത്? അതേ ബന്ധമാണോ സഹോദരങ്ങൾ തമ്മിലുള്ളത്? അതേ ബന്ധമാണോ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ളത്? അതേ ബന്ധമാണോ അമ്മായിപ്പനും മരുമോനും തമ്മിലുള്ളത്? രക്ഷിക്കപ്പെടാത്ത വീണ്ടും ജനിക്കപ്പെടാത്തവരെ വീട്ടിൽ നടക്കുന്ന അതേ കാര്യങ്ങളാണോ എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിനകത്ത് നടക്കുന്നത്? അപ്പോൾ രക്ഷിക്കപ്പെട്ടതാകാം, സ്നാനപ്പെട്ടതാകാം, പക്ഷെ അതിൻ്റെ അർത്ഥം വീണ്ടും ജനനം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എന്നോട് ചേർന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പാ, ആ വീണ്ടും ജന അനുഭവങ്ങൾക്കകത്ത് നിൽക്കാൻ, പഴയ മനുഷ്യനെ അവന്റെ രാഗമോഹങ്ങളോട് കൂടെ ഉപേക്ഷിക്കാൻ, ക്രൂശിക്കാൻ, ഹല്ലേലൂയ, പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ളൊരു കൃപ. അതുകൊണ്ട് ഇന്ന് പകൽ ഹൃദയപൂർവ്വം ആരെയും കുറ്റം വിധിക്കാതെ എന്നെയും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് വിനയത്തോടെ പറയട്ടെ, വീണ്ടും ജനിക്കപ്പെട്ടു എന്നൊരു ഉറപ്പ്, ഹല്ലേലൂയ, ആമേൻ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. മാറ്റങ്ങൾ ഉണ്ടാകണം ദൈവമക്കളെ. അത് വേറെ ആരെയും കാണിക്കാനല്ല, ലോകത്തിൽ ആരുടെ മുമ്പിൽ റിസൾട്ട് കിട്ടാനോ സർട്ടിഫിക്കറ്റ് കിട്ടാനോ അല്ല. ആമേൻ, ദൈവത്തിൻ്റെ മുമ്പാകെ ഹൃദയപൂർവ്വം ആ ഉറപ്പുണ്ടാകണം. ഹല്ലേലൂയ. ഇപ്പോഴും പഴയ ചീത്ത ആമേൻ വായിൽ വരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇപ്പോഴും പഴയ വൈരാഗ്യം മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ, ഇപ്പോഴും ആ കോപത്തോടും വൈരാഗ്യത്തോടും ലാഭയിച്ഛയോടും കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം മാത്രമാണ് ഓർപ്പിച്ചത്, നമ്മുടെ ചിന്തകൾ, മോഹങ്ങൾ എന്നൊരു വിഷയം മാത്രമാണ് ഓർപ്പിച്ചത്. അതൊക്കെ ഇപ്പോഴും നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്, കാര്യം ശരിയാ. പക്ഷേ ഹല്ലേലൂയ, വീണ്ടും ജനനാനുഭവം എന്ന് പറഞ്ഞാൽ ആ പഴയ മനുഷ്യനെ കൊണ്ട് കുരിച്ചിടാൻ പറ്റുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇന്ന് പകൽ ആ ചിന്ത ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. അവരവരെ ചിന്തിക്കുക. ആമേൻ. ഇതാരും ഞാൻ പറഞ്ഞില്ല കുറ്റപ്പെടുത്താനല്ല, പരസ്പരം വിധി പറയാനല്ല. ഹല്ലേലൂയ. ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യം, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ബോൺ അഗെയിൻ ആണോ? വീണ്ടും ജനിക്കപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ മരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. ക്രൂശിനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ക്രിസ്തുയേശുള്ള ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണമെന്ന് പറയുമ്പോൾ, പിടിച്ച് അടിമയാക്കണമെന്ന് പറയുമ്പോൾ, ആമേൻ, ജഡത്തിൻ്റെ അവയവങ്ങളെ മരിപ്പിക്കണമെന്ന് പറയുമ്പോൾ എനിക്കത് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴും ഞാൻ പഴയ മനുഷ്യനിൽ നിൽക്കുകയാണ്. പഴയ മനുഷ്യനിൽ നിന്നുകൊണ്ട് പഴയ മനുഷ്യനെ ഒതുക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. പഴയ മനുഷ്യൻ്റെ രീതിയിൽ നിന്നുകൊണ്ട്, പഴയ മനുഷ്യൻ്റെ മനോഭാവത്തിൽ നിന്നുകൊണ്ട്, പഴയ മനുഷ്യൻ്റെ ശൈലിക്കകത്ത് നിന്നുകൊണ്ട് പഴയ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. നിങ്ങൾക്ക് പഴയ മനുഷ്യനെ കീഴ്പ്പെടുത്തണമെങ്കിൽ, നമുക്ക് പഴയ മനുഷ്യനെ ജയിക്കണമെങ്കിൽ ഒറ്റ കാര്യം, ഒരു പുതിയ മനുഷ്യനകത്ത് രൂപപ്പെടണം. പഴയ മനുഷ്യനിൽ നിന്നുകൊണ്ട് പഴയ മനുഷ്യനെ ഒതുക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമാ, അത് യാഥാർത്ഥ്യമാ. ലോകത്തിൻ്റെ തത്വം അതല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. പഴയ മനുഷ്യൻ്റെ രീതിയിലും സ്വഭാവത്തിലും തുടർന്നുകൊണ്ട് ഞാൻ എത്ര ഉപസിച്ചാലും പ്രാർത്ഥിച്ചാലും, എത്ര മുറ്റും ഞാൻ സമർപ്പിക്കുന്നു എന്ന പാട്ടൊക്കെ പാടിയാലും, ദേഹം ദേഹി ആത്മാവിനെ തരുന്നു എന്ന പാട്ടൊക്കെ പാടിയാലും അത് പാട്ടുകളായി തീരത്തേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾക്ക് യഥാർത്ഥത്തിൽ ആത്മീയ ജയം വേണമെങ്കിൽ വീണ്ടും ജനനാനുഭവങ്ങൾ ദൈവസഭകളിൽ മടങ്ങി വരണം, കുടുംബങ്ങളിൽ മടങ്ങി വരണം, എന്നിലേക്ക് അത് മടങ്ങി വരണം. ഹല്ലേലൂയ. അംഗീകരിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഈ ആരാധനയിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, അവരവരോട് ചോദിക്കുക, ആമേൻ, ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടു. വേറെ ആരോട് ചോദിക്കണ്ട, ഭാര്യയോട് പോലും ചോദിക്കണ്ട, അവരവരോട് ചോദിക്കുക, വീണ്ടും ജനിക്കപ്പെട്ടിട്ടുണ്ടോ? വീണ്ടും ജനിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റോമർ പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കെ നമ്മെ സ്നേഹിച്ചു. ഒരാൾ നമ്മളെ ഉപദ്രവിച്ചാലും, ഒരാൾ നമ്മളെ പകച്ചാലും, ആമേൻ, ഹല്ലേലൂയ, അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കംഫർട്ട് മാത്രമാണോ നമ്മുടെ ആത്മീയ ജീവിതത്തെ നിർത്തിയിരിക്കുന്നത്? ആമേൻ. ഞാൻ ഒന്നുകൂടെ കയറി പറയട്ടെ, ഇന്ന് എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്ന പോലെ നാളെയും എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഇന്ന് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പോലെ നാളെയും കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽ ശരിയായൊരു വീണ്ടും ജനനാനുഭവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അകത്തുമാറ്റമുണ്ടാകട്ടെ. അലങ്കരിക്കുന്ന പാതകൾ പുഷ്ടി പൊഴിപ്പിക്കുന്ന
പുൽപ്പുറങ്ങൾ പുഷ്ടി പൊടിക്കുന്ന, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്ന, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് ഒക്കെ നിറയുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവജനം കടന്നു വരുമ്പോൾ അതിൻ്റെ ആദ്യ പടി ഇവിടെ പറയുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ ആലയത്തിലെ നന്മ കൊണ്ട്, ആമേൻ ആമേൻ, എൻ്റെ കൂടെ നിൽക്കണേ, ആത്മീയ നന്മ കൊണ്ട് തൃപ്തി പ്രാപിച്ച, ആലയത്തിൽ ലഭിക്കപ്പെടുന്ന നന്മകൾ കൊണ്ട് തൃപ്തി പ്രാപിച്ച ഒരാൾക്കെങ്കിലും ഇന്ന് പകൽ കൈ ഉയർത്താൻ പറ്റുമോ? നമുക്ക് അനുഗ്രഹം വേണം. നിശ്ചയമായി നമ്മുടെ ദൈവം ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരം അരുളുന്ന ദൈവമാണ്. പക്ഷെ അതിന് മുമ്പ്, ആ വാക്യത്തിന് തൊട്ട് മുമ്പ് സംഘത്തിനക്കാരൻ പറയുക, ഞങ്ങളുടെ സംതൃപ്തി ആലയത്തിലെ നന്മയാണ്, ആലയത്തിൻ്റെ പുഷ്ടികളാണ്. ദൈവ സാന്നിധ്യത്തിൽ ലഭിക്കപ്പെടുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ലഭിക്കപ്പെടുന്ന ആ തൃപ്തി ഉണ്ടല്ലോ, ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ലഭിക്കപ്പെടുന്ന ഒരു സന്തോഷം, പുഷ്ടി, അവയാണ് ഞങ്ങളുടെ ബലം. ഇനി അത് എന്താണ് ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഹല്ലേലൂയ. ഓക്കേ, അതിൻ്റെ 9-ാമത്തെ വാക്യം, നീ ഭൂമിയെ അനുഗ്രഹങ്ങളിലേക്ക്, അല്ലെങ്കിൽ കുന്നുകൾ, മേച്ചിൽപ്പുറങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്ന, ആടുമാടുകൾ അനുഗ്രഹിക്കപ്പെടുന്ന ആ നന്മയുടെ മുമ്പാകെ ഒരു പദം കൂടെ അവിടെ പറയുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പുഷ്ടി വരണമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ഭൗതിക അനുഗ്രഹം ഞാൻ തൽക്കാലം വിടുകയാണ്. ആത്മീയ ജീവിതത്തിനകത്തൊരു പുഷ്ടി വേണമെങ്കിൽ 2 കാര്യം. ഒന്ന്, ആലയത്തിലെ നന്മ അനുഭവിപ്പാൻ ദൈവജനം തയ്യാറാകണം. ഹല്ലേലൂയ. ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാകണം. 2-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ നദിയിലെ വെള്ളം, ആമേൻ, അവ നമ്മിൽ പ്രവർത്തിക്കാൻ, ഞാനത് വിശദീകരിക്കുന്നില്ല, വീട്ടിൽ പോയി വായിച്ചു കൊള്ളുക. അത് നമ്മുടെ കട്ടയെ ഉടയ്ക്കാൻ, അത് നമ്മെ നിരപ്പാക്കാൻ, അത് നമ്മെ കുതിർക്കാൻ വെള്ളത്തിനെ അനുവദിക്കുക. ഏത് വെള്ളം? ദൈവത്തിൻ്റെ നദിയിൽ ധാരാളം വെള്ളമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നദി എന്ന് പറയുമ്പോൾ നിശ്ചയമായും അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. അങ്ങനെയാണ് മറ്റു വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നദിയിലെ വെള്ളം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ കുതിർക്കപ്പെടാൻ, ഉടയ്ക്കപ്പെടാൻ, പണിയപ്പെടാൻ ഒരു ദൈവ പൈതൽ തയ്യാറായാൽ, ഹല്ലേലൂയ, ഒരു നിലമായി അവനെ കണ്ടാൽ, പരിശുദ്ധാത്മാവാകുന്ന നദിയിലെ വെള്ളം കൊണ്ട്, ആമേൻ, ഒരു ഒരുക്കമുണ്ടായാൽ, ചില കട്ടകൾ ഉടയ്ക്കപ്പെട്ടാൽ, കുതിർക്കപ്പെട്ടാൽ, ആമേൻ, നിരപ്പാക്കപ്പെട്ടാൽ, ആ നിലങ്ങളിലാണ് ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നത്. ആ നിലങ്ങളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്കായി വിട്ടുകൊടുക്കാൻ മനസ്സുള്ള സഭയെ ദൈവം അനുഗ്രഹിക്കും. ആ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ആ വ്യക്തികളെ ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഴത്തിലേക്കൊന്ന് നനഞ്ഞിറങ്ങി അത് കട്ടകൾ ഉടച്ച് നിരപ്പാക്കപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു കൊയ്ത്തിനായി ഒരുക്കപ്പെടാൻ മനസ്സുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി അത്ഭുത കാര്യങ്ങളാൽ മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. പഴയ നിയമത്തിൻ്റെ ഒരു വലിയ പ്രത്യാശ, പഴയ നിയമ ഭക്തന്മാരുടെ ഒരു വലിയ പ്രത്യാശയായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ച ഉണ്ടാകണമെന്നുള്ളത്. അവരുടെ സകല ശൂന്യതകളും മാറാൻ, അവരുടെ സകല അരക്ഷിതാവസ്ഥകളും മാറാൻ, അവരുടെ സകല ഫലമില്ലായ്മകളും മാറാൻ അവർ ദൈവത്തോട് ആഗ്രഹിച്ചതും ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തതുമായ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ചില വാക്യങ്ങൾ എന്നോട് വായിക്കണം, ഒരു പ്രസംഗമായിട്ടല്ല, കുറിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു 10 വാക്യം ഇവിടെ പറയുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് അല്പസമയം വചനം ഒന്ന് ധ്യാനിച്ചിട്ട് എന്നെ ഇന്ന് പരിശുദ്ധാത്മാ തന്ന ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ വന്ന് വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ.
സന്തോഷ ഭവനങ്ങളിൽ ഉല്ലസിത നഗരങ്ങളിൽ മുള്ളും പറക്കാരെയും ആമേൻ മുളയ്ക്കും. അരമനകൾ ഉപേക്ഷിക്കപ്പെടും. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി, എത്ര മാനുഷികമായി പുഷ്ടി ഉണ്ടെങ്കിലും അതെല്ലാം നിർജ്ജനമായി മാറും. അരമനകൾ ഉപേക്ഷിക്കപ്പെടും. ഉല്ലാസ ഭവനങ്ങളിലും ഉല്ലാസ നഗരങ്ങളിലും സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെ ഉണ്ടാവും. എന്നാൽ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, ആ ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ മുള്ളും പറക്കാരെ എന്ത് ചെയ്താലും ഗതി പിടിക്കാത്ത മുള്ളും പറക്കാരകൾ മുളയ്ക്കുന്ന ഫലപുഷ്ടമല്ലാത്ത ആ സന്തോഷം കെട്ടുപോകുന്ന ആ സാഹചര്യം എന്നുവരെ അവിടെ ഉണ്ടാകത്തുള്ളൂ, ഉയരത്തിന്ന് ശക്തി ധരിക്കുവോളം. നോക്കിയേ, ഹല്ലേലൂയ. അപ്പോൾ ആ ദേശത്തെക്കുറിച്ച് പറയുന്നു. അന്നത്തെ ഭൗതിക സാഹചര്യങ്ങളാണല്ലോ. ആ ദേശത്തിൻ്റെ ഫലമില്ലായ്മ മാറുന്നത് ആമേൻ ഹല്ലേലൂയ ഉയരത്തിൽ നിന്നുള്ള ശക്തി, ആമേൻ ഉയരത്തിൽ നിന്നുള്ള ഒരു ആത്മാവിനെ അവർ പ്രാപിക്കുന്നു. ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ആത്മാവിനെ പ്രാപിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുള്ളും പറക്കാരകളും ഒക്കെ പോകുന്നത്. അല്ലാതെ എത്ര പറിച്ചു കൂട്ടി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എത്ര ജോലിക്കാരെ നിർത്തി മിഷനും കൊണ്ട് അടിച്ചാലും അതവിടെ കാണും. എന്നാൽ ഉയരത്തിൽ നിന്നൊരു ശക്തി നിന്റെ മേൽ വീണാൽ, ഉയരത്തിൽ നിന്നൊരു ആത്മാവ് നിന്റെ മേൽ വീണാൽ ചിലതിനെ വേരോടെ അത് പറിച്ചു മാറ്റും. വിശ്വസിക്കുന്ന ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താൽ. ഓക്കെ, രണ്ടാമത്തെ ഒരു വാക്യം ആമേൻ യെശയ്യാപ്രവചനം 44 അധ്യായം വേഗത്തിൽ ഒന്ന് വായിക്കണമേ. 3-ാമത്തെ വാക്യം 44:3. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നോക്കിയേ, മുകളിലും പറഞ്ഞിരിക്കുന്ന, അതുകൊണ്ട് വായിക്കുമ്പോൾ ഒത്തിരി സമയം പോകുമല്ലോ. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ജനം അടിമത്തത്തിലേക്ക് പോകുന്ന, പ്രവാസത്തിലേക്ക് പോകുന്ന, തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവരോട് പറയുകയാണ്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകൾ പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമോ, തലമുറയുടെ മേൽ അനുഗ്രഹം വേണമോ, അതിന് മുമ്പ് നിങ്ങളുടെ സന്തതികളുടെ മേൽ ആത്മാവിനെ പകരണം. ഹല്ലേലൂയ. അർത്ഥം ഹല്ലേലൂയ, ഏത് തകർച്ചകളിൽ നിന്നും ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ അവരെ സഹായിക്കുന്നതാണ് അവരുടെ മേൽ പകരുന്ന ദൈവത്തിൻ്റെ ആത്മാവൻ. എസ്കേൽ 11:19 ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ, ഞാൻ പറഞ്ഞു വിടട്ടെ, ഇസ്രായേൽ എത്ര നോക്കിയിട്ടും എത്ര പരിശ്രമിച്ചിട്ടും അവർക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിൽക്കാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെ ചട്ടങ്ങളിലൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല. ഈ ചട്ടം അവർക്ക് ലഭിച്ച കാലഘട്ടത്തിൽ അവർ മോശയോട് പറഞ്ഞതാ, ഞങ്ങളെല്ലാം ഈ ചട്ടം പ്രമാണിച്ചു കൊള്ളാം, ഈ കൽപ്പനയ്ക്കകത്ത് നിന്നോളാം, വിശുദ്ധിയോടെ ജീവിച്ചോളാം, ഒത്തിരി സമർപ്പണമുള്ളവരാ. ഹല്ലേലൂയ. പക്ഷേ അവരെത്ര നോക്കിയിട്ടും ചട്ടങ്ങൾക്കകത്ത്, ദൈവിക പ്രമാണങ്ങൾക്കകത്ത് തന്നെ നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഒടുവിൽ അതിന് പരിഹാരമായി കർത്താവ് പറയുക, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുമ്പോൾ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദേശത്തിൻ്റെ നിലത്തിൻ്റെ ശൂന്യത മാറണമെങ്കിൽ കർത്താവ് പറയുന്നു, എൻ്റെ ആത്മാവ് വരുവോളം, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നുള്ളൊരു ആത്മാവിനെ പകരുവോളം. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നു, നഷ്ടപ്പെടുന്ന തലമുറകൾ മടങ്ങി വരണമോ, പ്രവാസത്തിലേക്ക് പോകാതിരിക്കണമോ, അല്ലെങ്കിൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരണമോ, അതിന് ആത്മാവിൻ്റെ ഒരു പകർച്ച ആവശ്യമാണ്. മൂന്നാമത് പറയുകയാണ്, അതൊക്കെ എൻ്റെയും നിങ്ങളുടെയും കൂടെ പ്രശ്നമാണ്. എത്ര ശ്രമിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും ചട്ടങ്ങൾക്കകത്തും പ്രമാണങ്ങൾക്കകത്തും നിൽക്കാൻ പറ്റാത്തൊരു ബലഹീനത എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ അതിനും പരിഹാരം എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ തരും, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഹല്ലേലൂയ. എസ്കേൽ 18:31 പറയുന്നു, നിങ്ങൾ ഒത്തിരി അതിക്രമങ്ങൾ ചെയ്തു, നിങ്ങളുടെ പിതാക്കന്മാർ വിഗ്രഹത്തെ ആരാധിച്ചു, എന്നാൽ ആ അതിക്രമങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു രക്ഷ വേണോ? ഹല്ലേലൂയ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയ ഒരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ശ്രദ്ധിച്ചേ, ഹഗായി 2:5 കൂടെ ഒന്ന് വായിച്ചേ. ഹഗായി 2:5 കൂടെ, അല്ലെങ്കിൽ വേഗത്തിൽ 10-ാമത്തെ വാക്യം, ഹഗായി 2:5. നിങ്ങൾ ഇസ്രായേൽ
യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പീൻ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഇസ്രായേൽ വാഗ്ദത്തം കിട്ടിയവരാ, പക്ഷെ അവരെ തകർക്കാൻ വേണ്ടി ഒത്തിരി സൈന്യം, ഒത്തിരി ശത്രു രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ദൈവം പറയുന്നു, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ തന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ 10 വചനങ്ങൾക്കായി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ മുള്ളും പറക്കാരെയും മാറണമോ? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമോ? അവരുടെ മേൽ ആത്മാവ് പകരപ്പെടണം. നിങ്ങൾക്ക് ദൈവീയ ചട്ടങ്ങൾക്കകത്ത് നിൽക്കാൻ പറ്റണമോ? ചട്ടങ്ങളെ പ്രമാണിക്കാൻ പറ്റണമോ? കർത്താവ് പറയുന്നു, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരണം. നിങ്ങളുടെ അതിക്രമങ്ങളിൽ നിങ്ങൾ മരിക്കാതിരിക്കണമോ? നിങ്ങൾ ജീവിച്ചിരിക്കണമോ? എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരണം. ശരിയായ ശുദ്ധീകരണം നിങ്ങൾ നടക്കണമോ? എൻ്റെ ആത്മാവിനെ പകരണം. ഞാൻ നിങ്ങൾക്ക് മുഖം മറക്കാതിരിക്കണമോ? എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരണം. നിങ്ങൾക്ക് പാപത്തിനെതിരെ പോരാടാൻ കഴിയണമോ? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് നന്മ ലഭിക്കപ്പെടണമോ? നിങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ ആടുകൾ കൊണ്ട് നിറയണമോ? നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമോ? ദൈവത്തിന്റെ നദിയിലെ വെള്ളം കൊണ്ട് നിങ്ങൾ നനയപ്പെടണം. ഈ വചനങ്ങൾക്കായി ഒന്ന് സ്തോത്രം ആമേൻ. ഈ വചനങ്ങൾ ഞാൻ പ്രസംഗിച്ചില്ല, വായിച്ചു വിട്ട് എന്തിനാണെന്നറിയാമോ? ഒരു പഴയ നിയമ ഭക്തന്മാരോട് ദൈവം കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദത്തമായിരുന്നു, അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കും പരിഹാരം വരണമെങ്കിൽ ഒരേ ഒരു വഴി, ഒരൊറ്റ മൂലി, ആത്മാവിനാൽ അവർ നിറയപ്പെടണം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരണം. ഇന്ന് പകലിൽ ഹല്ലേലൂയ, അതാ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പഴയ നിയമ ഭക്തന്മാർക്ക് ജയിക്കാൻ പറ്റാത്ത പല മേഖലകളിൽ പുതിയ നിയമ ഭക്തന്മാർക്ക് ജയിക്കാൻ കഴിയുന്നത്? അവരുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ. ഇതിന്റെ ഒടുവിലായി യോവേലിന്റെ പുസ്തകം നമുക്കറിയാം. 2-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലും അവസാന വാഗ്ദത്തം ദൈവം കൊടുക്കുക, അതിനുശേഷമോ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരം. വേഗത്തിൽ ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞതിന് മുമ്പിൽ ഒറ്റ കാര്യമാണ്, ജയകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ജയിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ജീവിതം വേണമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ ഈ ആലയത്തിൽ വന്നിരിക്കുമ്പോഴും അതിക്രമങ്ങളിൽ മരിക്കാതിരുന്ന് പാപത്തോട് പോരാടി ജയകരമായൊരു ജീവിതം നയിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വായിച്ച സങ്കീർത്തന പ്രകാരം പറഞ്ഞാൽ, കുന്നുകൾ ഉല്ലാസം ധരിക്കപ്പെടാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? മേച്ചിൽപ്പുറങ്ങൾ ആടുകളെ കൊണ്ട് നിറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒറ്റ വഴിയേ ഉള്ളൂ, ആത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക, പരിശുദ്ധാത്മാവിനെ വേണ്ടുവോളം അനുഭവിക്കുക, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുക. പരിശുദ്ധാത്മാവിനല്ലാതെ സ്വഭാവ രൂപീകരണങ്ങൾ ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവിനല്ലാതെ ചില മുള്ളുകളെയും പറക്കാരകളെയും പറിച്ചു കളയാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനല്ലാതെ ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ചു ജീവിക്കാൻ കഴിയുകയില്ല. ഇനി വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വരട്ടെ. ഇത്രയും വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കുറിച്ചിടുക. നമ്മൾ വായിച്ച ആ സങ്കീർത്തന ഭാഗത്തേക്ക് വരുന്നു. 9-ഉം 10-ഉം വാക്യങ്ങൾ. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ പുഷ്ടിയുള്ളതാക്കി, അത്യന്തം പുഷ്ടിയുള്ളതാക്കി മാറ്റുന്നു. നോക്കിയേ, മുള്ളും പറക്കാരകളും വളരുന്ന സാഹചര്യങ്ങൾ. എന്തെല്ലാം ചെയ്തിട്ടും എന്തെല്ലാം ശ്രമിച്ചിട്ടും മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ, ഇന്ന് പകൽ ഈ വചന വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവിനായി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടു. 45 വർഷമായെങ്കിലും 35 വർഷമായെങ്കിലും മടിക്കണ്ട, വേറെ ആരും കേൾക്കണ്ട. പരിശുദ്ധാത്മാവിനോട് ഇന്ന് പകലൊന്ന് പറയാമോ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങൊന്ന് നിറയണം, എൻ്റെ ജീവിതത്തെ അങ്ങൊന്ന് നയിക്കണം. ഹല്ലേലൂയ. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആമേൻ. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു, നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ചു നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ
നീ അനുഗ്രഹിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നദിയിൽ, ആ നദിയിലെ വെള്ളം കൊണ്ട് നനയപ്പെട്ട ഒരു നിലം, ആ വെള്ളം കൊണ്ട് ഉടയപ്പെട്ട ഒരു നിലം, ആ വെള്ളത്താൽ ഒരുക്കപ്പെട്ട ഒരു നിലം, ആ വെള്ളത്താൽ കിളിർക്കപ്പെട്ട ഒരു മുളയുണ്ടെങ്കിൽ ദൈവം അതിനെ അനുഗ്രഹിക്കും. ദൂത് തിരിച്ചറിഞ്ഞെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നദിയിലെ വെള്ളത്താൽ നനയ്ക്കപ്പെട്ട ഒരു നിലത്തിൽ കിളിർച്ചു വന്ന മുളയുണ്ടെങ്കിൽ ആ മുളയെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ സന്തോഷത്തോടെ വചനത്തിനായെന്ന് സ്തോത്രം പറ. ആത്മാവിനെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങൾ ഇതിനകത്തുണ്ടോ? ആത്മാവ് തന്ന നിയോഗങ്ങൾക്കകത്ത് ചലിക്കുന്നവർ ഇതിനകത്തുണ്ടോ? ആത്മാവ് തന്ന ദർശനത്തിനകത്ത് പിടിച്ചു നിൽക്കുന്നവരുണ്ടോ? ആത്മാവ് നൽകിയ വാഗ്ദത്തങ്ങൾക്കകത്ത് ഉറപ്പോടെ നിൽക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? ഞാൻ നിങ്ങളോട് ആത്മാവിൽ തന്നെ ദൂത് പറയാ, ആ മുളയെ ദൈവം അനുഗ്രഹിക്കും. ആ മുളയെ ദൈവം അനുഗ്രഹിക്കും. ആമേൻ. നിങ്ങളുടെ കുന്നുകൾ ഉല്ലാസം ധരിക്കുമാറ്, നിങ്ങളുടെ ആമേൻ ഹല്ലേലൂയ വേച്ചിൽപ്പുറങ്ങൾ ആടുകളെ കൊണ്ട് നിറയുമാറ്. അങ്ങനെങ്കിൽ ആമേൻ, ഞാൻ എൻ്റെ വാക്യങ്ങൾ നിങ്ങളെ എൻ്റെ കൂടെ ഒന്ന് വരണമേ. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെ, ആലയത്തിലെ ആമേൻ പുഷ്ടി. എന്താണ് ആലയത്തിലെ പുഷ്ടി? എന്താണ് ദൈവത്തിൻ്റെ നദി? ഹല്ലേലൂയ. ആ രണ്ടും കൂടെ ചേർത്ത് നമ്മൾ പറഞ്ഞാൽ വളരെ കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റും, അത് പരിശുദ്ധാത്മാവെന്ന നദിയുടെ ഒഴുക്കാണ്. അതുകൊണ്ട് ഒരു വാക്യം ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ വേഗത്തിൽ ശ്രദ്ധ കൊണ്ടുവരുന്നു. എസ്കേൽ പ്രവചന പുസ്തകം 47-ാമത്തെ അധ്യായം. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ അതിനകത്ത് ചില വാക്കുകൾ ഉരുവിടുന്നതാണ്. ആ എസ്കേൽ പ്രവചനം 47 ഒന്ന് വേഗത്തിൽ എല്ലാവരും വന്നാട്ട് അതിന്റെ ആദ്യത്തെ വാക്യം ആദ്യം ഒന്ന് വായിച്ചേ വേഗത്തിൽ. കർത്താവിനെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കിൽ മടക്കി കൊണ്ടുവന്നു. ആലയത്തിലെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന്. ഓ ഹല്ലേലൂയ. അപ്പോൾ എസ്കേലിന് ദൈവം കൊടുത്ത ദർശനം, ആലയത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നു. നോക്കിയേ, 65-ാം സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങൾ ചേർത്ത് ഇന്ന് പകൽ വ്യാഖ്യാനിച്ചാൽ ആ നദി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആമേൻ. അതിന് ഒരുപക്ഷെ സംശയം ആരെങ്കിലും, ആമേൻ, ചിലർ പറയാറുണ്ട് അത് ജീവനദിയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ആമേൻ, യോഹന്നാൻ സുവിശേഷം 37-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ, 37-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞൊരു വാക്ക്, ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവ ജല നദികൾ. ആമേൻ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് റോമാലേഖനം 6 പറയുന്നു, ആമേൻ, ദൈവം നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയം തന്നെയാണ് ദൈവത്തിൻ്റെ ആലയം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എസ്കേൽ ആമേൻ 47 പറയുന്നു, ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്കകത്തു നിന്ന് ഒരു നദി പുറപ്പെടുന്നു. യേശു കർത്താവ് പറയുന്നു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദി ഒഴുകും. ജീവജല നദി ഒഴുകും. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ വായിക്കണ്ട, അവിടെ ഇങ്ങനെ കാണുന്നു, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചത്രേ അവൻ പറഞ്ഞത്. അപ്പോൾ ജീവജല നദിയായി, ജീവൻ നീറായി യോഹന്നാൻ 7 നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഞാൻ വേഗത്തിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾ കണക്ഷൻ ലഭിക്കപ്പെടാതെ പോകല്ലേ. ഈ ജീവജല നദി ഹല്ലേലൂയ അക്ഷരികമായി ഒഴുകുന്ന ഒരു സമയമുണ്ട്. അക്ഷരികമായി ഒരു നദി ഒഴുകുന്നതായി വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നു. അത് സ്വർഗീയമായി നമുക്ക് ലഭിക്കപ്പെടാൻ പോകുന്ന സന്തോഷമാണ്, നിത്യതയിൽ ലഭിക്കപ്പെടാൻ പോകുന്ന ആനന്ദമാണ്, നിത്യതയിൽ ലഭിക്കപ്പെടാൻ പോകുന്ന പദവികളാണ്, നിത്യതയിൽ ലഭിക്കപ്പെടാൻ പോകുന്ന ശ്രേഷ്ഠകരമായ അനുഭവങ്ങളാണ് താഴോട്ട് നമ്മൾ വായിക്കുന്നത്. അർത്ഥാൽ ഈ ഭൂമിയിൽ ഒരുവൻ ഹൃദയപൂർവ്വം ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് ഒരു വ്യക്തി വിശ്വസിച്ചാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിൻ്റെ വാക്ക് തന്നെ ഞാൻ കടമെടുക്കുന്നു, തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദി ഒഴുകും. ഇന്ന് പകൽ ചേർത്തൊറ്റ വാചകത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നദി
നദിയാണ് അവന്റെ സ്വഭാവത്തെ നനയ്ക്കുന്നത്, അവന്റെ സ്വഭാവത്തെ കീറുന്നത്, അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നത്. ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റുന്ന നിലങ്ങളാക്കി നമ്മെ തീർക്കുന്നത് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലിരിക്കുക. 47-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ വേഗത്തിൽ അങ്ങ് പോവുകയാണ്, കൂടെ വരണമേ. ഹല്ലേലൂയ. 47-ാമത്തെ അധ്യായത്തിൽ ഹല്ലേലൂയ എസ്കേലിന് 2 ദർശനമാണ് ദൈവം കൊടുക്കുന്നത്. 2 ദർശനം അല്ലെങ്കിൽ 2 ഘട്ടമാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ വരണമേ. ഹല്ലേലൂയ. 2 ഘട്ടമായി. ഒന്നാമത് ആത്മാവ് അവനെ എടുത്തുകൊണ്ട് ഈ ജീവജല നദിയുടെ തീരത്ത് കൊണ്ട് നിർത്തി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് അവനെ ആ നദിയിലേക്ക് ഇറക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. 1000 മുഴം കടന്നു. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, വെള്ളം അവന്റെ നരിയാണിയോളമായി. പിന്നെയും അവിടെ നിർത്തിയില്ല. പിന്നെയും അടുത്ത ഘട്ടം 1000 മുഴം പിന്നെയും അവനെ കൊണ്ടുപോകുക. അവിടെ എഴുതിയിരിക്കുന്നു, വെള്ളം അവന്റെ മുട്ടോളമായി. പിന്നെയും 3-ാമത്തെ ഘട്ടം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവിടം കൊണ്ട് നിൽക്കുന്നില്ല, പിന്നെയും അവനെ നയിക്കുക അവന്റെ അരയോളമായി. അതിനുശേഷം 4-ാം ഘട്ടത്തിലേക്ക് ആത്മാവ് അവനെ കൊണ്ടുപോയിട്ട് പറയുന്നു, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരു വലിയ ആത്മനദിക്കകത്തേക്ക് അവനെ കൊണ്ടിറക്കി നിർത്തുകയാണ്. ഇന്ന് പകൽ എത്ര പേര് ആ വചനം വായിക്കുമ്പോൾ ആത്മാവിനെ കൂടാതെ ഒരു ആത്മീയ ജീവിതമില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു ദൈവവേദന അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ചട്ടങ്ങളിൽ നടക്കാൻ പറ്റത്തില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനെ കൂടാതെ മുള്ളും പറക്കാരെയും പറിച്ചു മാറ്റാൻ കഴിയത്തില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ, അത് ഹല്ലേലൂയ നരിയാണിയോളം പോരപ്പാ, മുട്ടോളം പോരപ്പാ. ഇന്ന് പകൽ നിറവുകളിലേക്ക് പരിശുദ്ധാത്മാവ് സഭയെ, വ്യക്തികളെ, കുടുംബങ്ങളെ നയിക്കണമെന്ന് ഇന്ന് പകൽ കൊതിക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് പ്രതികരിച്ച് ആത്മാവിലെ ദൂത് കൈമാറുന്നു. ഈ ദിവസങ്ങളിൽ ആത്മപകർച്ചയുടെ പരിശുദ്ധാത്മാവ് ചില തകർച്ചകളെ പണിതെടുത്ത്, ചില മുള്ളും പറക്കാരകളെ വലിച്ചു പറിച്ചു കളഞ്ഞ്, ചില ഫലപുഷ്ടമായ മേഖലകൾ ആത്മമണ്ഡലത്തിനകത്ത് ചെയ്തെടുക്കണമെന്ന് വൈദകരാജ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊന്നും വിശദീകരിക്കുന്നില്ല. 1-ാമത്തെ ദർശനത്തിന് 4 ഘട്ടങ്ങളായി ദൈവം എസ്കേലിന് പറഞ്ഞു കൊടുത്തു. ഒഴുകുന്ന ജീവ നദി അത് അളവില്ലാത്തതാണ്. ഹല്ലേലൂയ. ഏതെല്ലാം മേഖലകളിൽ ഇന്ന് പകൽ ദൈവത്തിന് തൊടാൻ പറ്റുമോ? ഹല്ലേലൂയ. എത്ര പേരത് കൊല്ലിക്കുന്നുണ്ട്? ഒരു നിലമായി, ഉണങ്ങി വരേണ്ട നിലമായി, കട്ടകൾ ഉടയപ്പെടാത്ത ഒരു നിലമായി ഇന്ന് പകൽ ഞാനായിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ നദിയിലെ വെള്ള ഇന്ന് പകൽ എന്നിലേക്കൊന്ന് ശാന്തമായി ഒഴുകി ഇറങ്ങട്ടെ. ശാന്തന ചുടകമന റിഗമനഗതന അർത്ഥമനക ദുനിഗമനദന അർത്ഥന റിഗപൗഷമന. ചില പേഴ്സണാലിറ്റിക്കകത്ത്, ചില വ്യക്തിത്വങ്ങൾക്കകത്ത് ആ നനവൊന്ന് അനുഭവിക്കട്ടെ. ചില മുള്ളും പറക്കാരെ പറിച്ചു മാറ്റി, ചില കട്ടകളെ ഉടച്ച് ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയുന്ന ചില മുളകൾ ഇന്ന് പകൽ ഹൃദയത്തിനകത്ത് പൊങ്ങി വരട്ടെ. ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയുന്ന ചില മുളകൾ മനുഷ്യൻ കൊണ്ടിട്ട വിത്തല്ല, മാനുഷികമായി വളർന്നതല്ല, ദൈവത്താലാണെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറഞ്ഞേ, ഇത് ഞാൻ ഉളവാക്കിയതല്ല, എന്നിൽ പകർന്ന പരിശുദ്ധാത്മാവ് എന്നെ ഒരുക്കിയെടുത്തോണ്ടിരിക്കുക, എന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു വലിയ മുള എന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുമാറ്. എത്ര പേര് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവസഭയെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക.
ഹല്ലേലൂയ. ഒരുങ്ങാൻ സഭ തയ്യാറാണോ? ഇതിനകത്തുനിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാ. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ആത്മീയ ഉണർവ് ദേശങ്ങളിലേക്ക് പടരുന്ന, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്ന, വേച്ചിൽപ്പുറങ്ങൾ ആടുകൾ കൊണ്ട് നിറയുന്ന നമ്മൾ പഴയ നിയമത്തിലെ എസ്കേൽ, യെശയ്യാ പ്രവചനങ്ങളിൽ വായിച്ച 10 വാക്യങ്ങളുണ്ട്. ദൈവത്തെ ഓർത്ത് ആമൻ നിങ്ങൾ വീട്ടിൽ പോയൊന്ന് വായിക്കണമേ. ഇന്ന് പകൽ ആമൻ എത്ര ശൂന്യതയുണ്ടെങ്കിലും, എത്ര തകർച്ചകളുണ്ടെങ്കിലും, ഒരുക്കിയെടുക്കാൻ ഒരു പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, ആമേൻ പണിതെടുക്കാൻ ഒരു ആത്മാവ് തയ്യാറാണെങ്കിൽ, കർത്താവിനോട് ഇന്ന് പകലെന്ന് പറഞ്ഞേ, അത് നരിയാണിയോളം പോരാ, നരിയാണിയോളം പോരാപ്പാ. ആ ഒരുക്കൽ ഇന്ന് പകൽ. ഹല്ലേലൂയ. ആമേൻ. പലരും അഭിഷേകമായി അന്യഭാഷയായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്. ഇന്ന് പകൽ പരിശുദ്ധ എനിക്ക് നൽകിയ പ്രേരണയെന്ന് ഞാൻ പറയുന്നു. ആ ഒരുക്കൽ ആമേൻ കാലിൻ്റെ അറ്റത്തല്ല. ഓ റബ ശാന്തന. അത് മുട്ടോളം പോരാ, അത് അരയോളം പോരാ. ആമേൻ. ഹല്ലേലൂയ. ആഴമായി എന്നെ മുഴുവനും ഒരുക്കിയെടുക്കത്തക്ക നിലയിൽ എനിക്കതിനകത്ത് മുങ്ങിത്താഴാ ഇടവരുമാറ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവാഹം ഇന്ന് പകൽ എൻ്റെ മേലൊന്ന് വീഴണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ, അത് വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. എണ്ണം കുറവാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധം നൽകിയ ദൂതിലേക്ക് ഞാൻ വേഗത്തിൽ വരട്ടെ. എന്നാൽ ദൈവം ആമേൻ അവിടം കൊണ്ട് നിർത്തിയില്ല എസ്കേലിനെ. ആമേൻ. ഒരു പദം നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, 47. ബാക്കി ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ചതൊക്കെ ഞാൻ വേഗത്തിൽ വരട്ടെ. 7-ാമത്തെ വാക്യം. ആമേൻ. അത് തൊട്ടും 6-ന്റെ അവസാനം. അവൻ എന്നെ നദീതീരത്തെ മടങ്ങി ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങി ചെന്നപ്പോൾ ഹല്ലേലൂയ. ഒന്നാമത്തെ ദർശനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഇതിൻ്റെ വലിപ്പം, ഇതിൻ്റെ ആഴം മനസ്സിലാക്കി കൊടുക്കാനാണെങ്കിൽ കർത്താവ് ഹല്ലേലൂയ വീണ്ടും അവനെ നദീതീരത്തേക്ക് മടക്കി ചെല്ലുമാറാക്കി. ഈ രണ്ടാമത് ദൈവം കൊടുത്ത ദർശനം അളവിൻ്റെ ദർശനമല്ല. ആത്മാവ് നിൻ്റെ മേൽ പകർന്നാൽ, ആത്മാവ് നിൻ്റെ മേൽ വീണാൽ, എൻ്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്താണെന്ന് എസ്കേലിനെ പഠിപ്പിച്ചു. ദർശനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ ആമേ നരിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, ആ അളവുകളാണ് ദൈവം പഠിപ്പിച്ച്. ആമേ രണ്ടാമത് വീണ്ടും ആമേൻ അവിടെ എഴുതിയിരിക്കുന്നു, ആ നദീതീരത്തേക്ക് എന്നെ ഒന്ന് മടങ്ങി ചെല്ലുമാറാക്കി. ഹല്ലേലൂയ. ആ മടങ്ങി ചെല്ലുമാറാക്കിയ ആമേൻ എസ്കേലിൻ്റെ മുമ്പാകെ ആ നദി ഒഴുകുന്ന ദേശത്തെ മുഴുവൻ ദൈവം കാണിച്ചു. നദി ഒഴുകി ചെല്ലുന്ന പ്രദേശങ്ങളെയൊക്കെ ദൈവം കാണിക്കുക. ആ റബ ശംദന. ഇന്ന് പകൽ ഈ ദൂത് പറയുമ്പോൾ ആത്മാവിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലെ ഇറങ്ങി വന്നാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങളെ ആത്മാവിൽ കണ്ട് അതിനൊന്ന് സ്തോത്രം പറയട്ടെ. എസ്കേലിനെ ദൈവം മടക്കി കൊണ്ടുവന്ന് ആ തീരത്ത് നിർത്തിയിട്ട് ആമേ ആത്മനദിയുടെ ഒഴുക്ക് നിമിത്തമായി വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അനുഗ്രഹത്തെ അവന്റെ മുമ്പിൽ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയാൻ വന്ന ദൂതിലേക്ക് വരുന്നു. ഇത് കാണാത്ത ഒരുവനും ആത്മസാന്നിധ്യം കൊതിക്കത്തില്ല. ഇത് കാണാത്ത ഒരുവനും അഭിഷേകത്തിന് വേണ്ടി കൊതിക്കത്തില്ല. ഇത് കാണാത്ത ഒരുത്തനും അല്ലെങ്കിൽ ശുദ്ധീകരണത്തിനായി ഏൽപ്പിക്കപ്പെടത്തില്ല. ഇത് കാണാത്ത ഒരുവനും മടങ്ങി വരാൻ തയ്യാറാകത്തില്ല. ഇത് കാണാത്ത ഒരാൾക്കും രൂപാന്തരം വരണമെന്ന് ആഗ്രഹം ഉണ്ടാകത്തില്ല. ഇത് കാണാത്ത ഒരുവനും ശുദ്ധീകരണം നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ വെളിപ്പെടാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങളുടെ ദർശനം, മാറ്റങ്ങളുടെ ഒരു ദർശനം ലഭിക്കപ്പെടാത്തവ ഒരിക്കലും മടങ്ങി വരാൻ കഴിയത്തില്ല.
അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൂതിലേക്ക് ഞാൻ വരട്ടെ. ആമേൻ. ഞാൻ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥിച്ചതാ, ദൈവമേ, ആത്മാവ് ഒരാളെ ഏറ്റെടുത്താൽ അവനിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ദർശനങ്ങളായി അവർക്ക് കൊടുക്കണമേ, വെളിപ്പാടുകളായി ജനത്തിന് കൊടുക്കണമേ. ആത്മാവ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ മുള്ളുകളും പറക്കാരകളും നീങ്ങുന്നത്, കട്ടകൾ ഉടച്ചു നിരത്തപ്പെടുന്നത്, ചില മുളകൾ എഴുന്നേൽക്കുന്നത്, ദൈവം അതിനെ അനുഗ്രഹിക്കുന്നത്, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നത്, മേച്ചിൽപ്പുറങ്ങൾ ആടുകൾ കൊണ്ട് നിറയുന്ന ഒരു വെളിപ്പാടിനായി ആ ദർശനം കാണാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും നോക്കിക്കൊണ്ട് ഞാനും നിങ്ങളും ഇരിക്കുന്നത്, മറ്റുള്ളവരെ പഴി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽ ആത്മാവ് നിന്നെ തൊട്ടാൽ, പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടാൽ, ജീവിതത്തിൽ വെളിപ്പെടുന്ന അനുഗ്രഹത്തെ കുറിച്ചൊരു വെളിപ്പാട്. അത് കണ്ടു തുടങ്ങുന്ന സമൂഹം മാറും, അത് കണ്ടു തുടങ്ങുന്ന വ്യക്തി മാറും. അത് കണ്ടു തുടങ്ങിയാൽ ഇസ്രായേലേ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. ആമേൻ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന മുട്ടോളമല്ല, അരയോളമല്ല, ആ ഒരു വലിപ്പത്തെ അറിയാൻ വേണ്ടി മാത്രമുള്ളതാ. എന്നാൽ ഇന്ന് പകൽ ആമേൻ, യെഹെസ്കേലിനെ ദൈവം രണ്ടാമത് തീരത്ത് കൊണ്ട് നിർത്തുന്നു. നീ ഇതിൻ്റെ വലിപ്പം മാത്രം അറിഞ്ഞാൽ പോരാ, ഇത് ഒഴുകിച്ചെന്നാൽ, ഇതൊന്ന് ഒഴുകി തുടങ്ങിയാൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ നീ ആത്മാവിൽ കാണണം. കുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്കൊന്ന് ഇറങ്ങി വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ആത്മാവിൽ കാണണം. അത് കാണാത്ത കൊണ്ടാ എന്തെല്ലാം കേട്ടാലും നിർവിചാര ഇരിക്കുന്നത്, എന്തെല്ലാം കേട്ടാലും ഒരു സ്തോത്രം പോലും ആദ്യം വരാത്തത്. ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ ഒരു ദർശനം കാണണം, ഒരു വെളിപ്പാട് കാണണം. അത് കണ്ടാൽ നിങ്ങൾ കടകിയിരിക്കാൻ പറ്റില്ല. ഇന്ന് മകൾ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, മുട്ടോളം മലയോ അല്ല, ആമേ, നീന്തിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരു നദി ഉണ്ടെന്നുള്ള പറച്ചിലല്ല, അത് ഒഴുകി തുടങ്ങിയാൽ, അത് ഒഴുകി ഇറങ്ങിയാൽ എൻ്റെ വ്യക്തിത്വം മാറും, എൻ്റെ സ്വഭാവം മാറും, എൻ്റെ ശൈലി മാറും, എൻ്റെ രീതി മാറും, എൻ്റെ ആരാധന മാറും, എൻ്റെ പ്രാർത്ഥന മാറും, എൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ മാറും, എൻ്റെ മനോഭാവം മാറും, എൻ്റെ ചിന്താഗതികൾ മാറ്റമുണ്ടാകും. വർഷം 30 വർഷം 40 ഒരു കൊച്ചു പാപത്തെ പോലും ജയിക്കാൻ പറ്റുന്നില്ലേ? വർഷം 15 ആത്മാവിൽ ആരാധിച്ചിട്ടും അപ്പനെ അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? കൂട്ടു സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? എല്ലാ ഞായറാഴ്ചയും കൈയടിച്ചിട്ടു ഹല്ലേലൂയ ഞാനെന്ന ഭാവത്തെ വിട്ടുകളയാൻ പറ്റുന്നില്ലേ? എത്ര കൊയ്തിട്ടോ, എത്ര പരിശ്രമിച്ചിട്ടോ ശൂന്യതയാണോ നിന്റെ ജീവിതത്തിൽ? എന്ന് പകൽ മുള്ളിനെ പറക്കാരെ പറിച്ചു കളയുന്ന ഒരു അഭിഷേകം. ഇന്ന് പകൽ ഈ ദൂത് വ്യക്തികൾക്ക് ഏറ്റെടുക്കാം. ഇന്ന് പകൽ ഈ ദൂത് ഒരുപക്ഷെ കുടുംബമായി നിങ്ങൾക്ക് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ സഭയെ ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞ ദൂത് പറയുന്നു, ദൈവത്തിൻ്റെ നദിയിലെ വെള്ളം കൊണ്ട് ഒരുക്കപ്പെടാൻ സഭ തയ്യാറായാൽ, കുടുംബം തയ്യാറായാൽ, ചില വ്യക്തികൾ തയ്യാറായാൽ, ഞാൻ അവിടെ ഉയരുന്ന മുളയെ ഞാൻ അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കും. ഇതൊരു പ്രവചന വാഗ്ദത്തമായി ചില ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ, സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ ആമീൻ പറഞ്ഞ അതിന് ദൂതിന് നന്ദി പറഞ്ഞേ. ദൈവം ചില മാറ്റങ്ങളിലേക്ക് ഇനി ശാന്തമായിട്ടൊന്ന് വായിക്കണേ. ഹല്ലേലൂയ. രണ്ടാമത് കൊടുത്ത ദർശനം ഞാൻ മടങ്ങി ചെന്നപ്പോൾ മടങ്ങിച്ചെന്ന് കണ്ട രണ്ടാമത്തെ ദർശനത്തിൻ്റെ ഒന്നാം ഭാവം അക്കരെയും ഇക്കരെയും അനവധി
വൃക്ഷം നിൽക്കുന്നത് കണ്ടു. ആ അരുളി ചെയ്തത്. ഓക്കെ, ഒന്നാമത് കണ്ട ഞാൻ സമയം പോയത് കൊണ്ട് ഒന്നാമത് കണ്ടത് അക്കരെ ഇക്കരെ നിരവധി വൃക്ഷങ്ങൾ നിൽക്കുന്ന കണ്ടു. ഈ വൃക്ഷങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. മാനുഷികമായിട്ട് എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും, മാനുഷികമായിട്ട് എത്ര വളം ഇട്ട് കൊടുത്താലും, ഏറ്റവും നല്ല ഹൈബ്രിഡ് കൊണ്ടുവച്ചാലും, എന്തെല്ലാം ശ്രമം നടത്തിയാലും മാവ് വെച്ച മാങ്ങ ഉണ്ടാകത്തുള്ളൂ, പ്ലാവ് വെച്ച ചക്ക ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ആത്മനദിയുടെ വെള്ളം കൊണ്ട് നിറഞ്ഞ വൃക്ഷം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 12 മാസവും 12 ഫലം ഉണ്ടാകുമെന്ന്. ആത്മനദിയിലെ വെള്ളം കൊണ്ട് നിറഞ്ഞ വൃക്ഷം, അതിനൊരു പ്രത്യേക സ്വഭാവമല്ല. ഓരോ കാലഘട്ടത്തിലും എങ്ങനെ ഫലം കായ്ക്കണമെന്ന് അറിയാം. ഞാനിപ്പോൾ ആ ദൂത് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരാളെങ്കിലും ചിന്തിച്ച് കാണും, അത്ര 2 തൈ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം വീട്ടിൽ കൊണ്ട് വെക്കായിരുന്നു അല്ലേ? മാവിൻ്റെ സമയത്ത്, പ്ലാവിൻ്റെ സമയത്ത് ചക്ക. ഇങ്ങനെങ്ങാണ് വൃക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ സവായം തീരുന്ന മുമ്പ് നിങ്ങളെല്ലാം എഴുന്നേറ്റ് പോയി 2 തൈ കൊണ്ടുവെക്കും. ഇപ്പം തന്നെ വീട്ടിൽ മൊത്തം മരമാണ് അല്ലേ? എല്ലാ മരമുണ്ട്. കാരണം 10 25 ടൈപ്പ് മരം വെച്ചിട്ടാ ഈ ഫലം എല്ലാം കൂടെ കിട്ടുന്നേ. ഹല്ലേലൂയ. എന്നാൽ അത് മാനുഷികമായിട്ടല്ല കേട്ടോ. ഹല്ലേലൂയ. ആത്മനദിയാണ്, അതിലെ നനവാണ് നിന്റെ പുഷ്ടിയെങ്കിൽ, ആലയത്തിലെ നന്മയാണ് നിന്റെ പുഷ്ടിയെങ്കിൽ 12 മാസവും ഹല്ലേലൂയ ഓരോ ഫലം കായ്ക്കപ്പെടുമാർ. ആ ഒരു നിറവ്, ആ ഒരു പൂർണ്ണത ഒരു കാലത്തിലും ഒരു മാസത്തിലും നീ ശൂന്യമായി പോകത്തില്ലെന്ന്. ഔട്ട് ഓഫ് സീസൺ നിനക്കില്ല. ദൂത് തിരിച്ചറിയുന്നവർ സ്തോത്രം പറ. ഒരു ഔട്ട് ഓഫ് സീസൺ നിനക്കില്ല. എല്ലാ കാലത്തും ഒരുപോലെ. ഞാൻ വിശദീകരിക്കുന്നില്ല ദൈവമക്കളെ, ഞാൻ സമയത്തെ ഒത്തിരി ഭയപ്പെടുന്നു. ആമേൻ. അക്കരെ ഇക്കരെ അനവധി വൃക്ഷം നിന്നു. അപ്പോൾ അവൻ എന്നോട് അരുളിച്ചത്, ഈ വെള്ളം കിഴക്കേ ഗലീലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും, വീട്ടിൽ പോയി വായിക്കണം കേട്ടോ, 10ാമത്തെ വാക്യത്തിലുണ്ട്, എൻഗതി മുതൽ എങ്കളയും വരെ മീൻപിടിക്കാർ നിന്ന്. ഈ പ്രദേശം ഏതാണെന്നറിയോ? ജിയോഗ്രഫിക്കലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇത് ചാവുകടല. ഹല്ലേലൂയ. ഒരു കൊച്ചു മത്സ്യം പോലും ഇല്ലാത്ത സ്ഥലമാണ് റബാശാംധന. ജീവജാലങ്ങളില്ലാത്ത സ്ഥലമാണ് ചാവുകടൽ. നമുക്കറിയാം, ഉപ്പുകടൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. മനുഷ്യന് പോയി കടന്നാൽ പോലും താണു പോകാത്ത തരം സാന്ദ്രതയുള്ള വെള്ളമാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ നദി അതിലേക്ക് ഒഴുകിച്ചെന്നാൽ അതിലെ വെള്ളം പഥ്യമായി തീരും. അവിടെ ചലിക്കുന്ന പ്രാണികളുണ്ടാവും. അതിൻ്റെ ഇരുകരയിൽ നിന്നുകൊണ്ട് മീൻപിടുത്തക്കാർ മീൻ പിടിക്കും. റബാശാംധന. എത്ര തകർന്നെന്നും എത്ര പൊളിഞ്ഞെന്നും എത്ര സാധ്യതയില്ലെന്നോ പറഞ്ഞ നിന്റെ ജീവിതത്തിൽ ആത്മനദി ഒഴുകി ഇറങ്ങിയാൽ ഇന്ന് പകൽ ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മ വിരൽ ചൂണ്ടി പറയുന്നു, എത്ര തകർന്നെന്ന് കിടക്കുന്ന മേഖലയാണെങ്കിലും ഇന്ന് ആത്മനദിയുടെ ഒരു നനവിലേക്ക് വാ, ആത്മനദിയുടെ ഒരു പകർച്ചയിലേക്ക് വാ. കർത്താവ് പറയുക, ആ ചാവുകടലിനകത്ത് ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാവും. നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ചലിക്കുന്ന ഒരു പ്രാണി പോലും ഇല്ലെന്ന് ലോകം വിധിയിട്ടിരിക്കുന്ന ചില മേഖലകൾക്കകത്ത് ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാവും. അന്ന് 1 2 പ്രാണികളല്ല, അതിന്റെ ഇരുകരയിൽ നിന്നുകൊണ്ട് മീൻ പിടിക്കത്തക്ക നിലയിൽ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മപകർച്ചയുണ്ടായ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കപ്പെടുകയാ. സമയം പോയി, അവസാനിച്ചു. ഞാൻ ഹല്ലേലൂയ. ഈ നദി ചെന്ന് ചേരുന്നതൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും.
ഹല്ലേലൂയ. 11-ാമത്തെ വാക്യം, എന്നാൽ അതിൻ്റെ ചേറ്റുകണ്ടങ്ങൾ കുഴിനിലകളും പഥ്യമായി വരാതെ ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും. 12-ാമത്തെ വാക്യം, നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതാകൊണ്ട് ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാവും. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണ്. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതാകൊണ്ട്, അതിലെ വെള്ളം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒഴുകി വരുന്നതാലൊക്കെ കൊണ്ട് റബ ശംധന, അത് സ്വഭാവങ്ങൾക്ക് മാറ്റം വരികയാ. റബ ശംധന വിഗമന അർത്ഥമന ദിഗജഗ ദുനിഗമന എന്നും ഒരേ ഫലം മാത്രമേ കായ്ക്കുന്നുള്ളൂ. മാസങ്ങൾ വർഷങ്ങൾ എടുത്തിട്ട് ഒരേ ഫലമേ ഉള്ളൂ. പക്ഷേ ആലയത്തിൽ നിന്ന് വരുന്ന വെള്ളം അതിനുമേൽ വീണപ്പോൾ, ദൈവാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദിയുടെ തീരത്ത് അത് വന്നപ്പോൾ ഇപ്പോൾ അതിന്റെ സ്വഭാവം മാറി, അതിന്റെ അടിസ്ഥാന സ്വഭാവം മാറി. ഇപ്പോൾ 12 മാസവും 12 ഫലം കായ്ക്കത്തക്ക നിലയിൽ ദൈവം അതിനെ മാറ്റി. ഇന്ന് പകലില് മടങ്ങി വരട്ടെ. അവർ ആലയത്തിലെ നന്മ കൊണ്ട്, അവർ ആലയത്തിലെ പുഷ്ടി കൊണ്ട് തൃപ്തരാകും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഔറവ ശാന്തന. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ചയ്ക്കായി, പരിശുദ്ധാത്മാവിന്റെ ഒരു നനവിനായി, പരിശുദ്ധാത്മാവിന്റെ ഒരു ഒരുക്കത്തിനായി, പരിശുദ്ധാത്മാവിന്റെ ഒരു ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാ മനസ്സുകളും ഒരു മിനിറ്റ് ഒന്ന് ആത്മേൻ ആഗ്രഹമുള്ള കൊതിക്കുന്ന വചനം ഏറ്റെടുക്കാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ജുഡമന ദിഗമനഗദുനിഗ മനഗദുനിഗദന ദിഗമനഗദന അർത്ഥമനഗദന ദിഗജഗദുനഗമന ഭൗഷഭദഗ ജഗദന. ഫലം കായ്ക്കപ്പെടാതെ കിടക്കുന്ന ചില മേഖലകൾ, മുള്ളും പറക്കാരെ നിറഞ്ഞു നിൽക്കുന്ന, എത്ര ശ്രമിച്ചിട്ട് സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത, എത്ര പരിശ്രമിച്ചിട്ട് സമാധാനമില്ലാത്ത, എത്ര ശ്രമിച്ചിട്ട് കഷ്ടത മാറാത്ത, എത്ര നോക്കിയിട്ട് ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകാത്ത ചില മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ ഇന്ന് പകൽ ഹല്ലേലൂയ മാറ്റങ്ങൾ സംഭവിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് തൊടാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് ഒന്ന് ഒഴുകി ഇറങ്ങാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് കട്ടയൊന്ന് ഉടയ്ക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിന്നിൽ ഉളവായി വരുന്നൊരു മുളയുണ്ടല്ലോ, നിന്നിൽ ഉളവാകുന്നൊരു പുതിയ മുള ദൈവം പറയുന്നു, ഞാൻ അതിനെ അനുഗ്രഹിക്കൂ. മനുഷ്യൻ കൊണ്ടിട്ട ആഗ്രഹങ്ങൾ മാറട്ടെ, മനുഷ്യൻ കൊണ്ടിട്ട മോഹങ്ങൾ മാറട്ടെ, മനുഷ്യൻ കൊണ്ടിട്ട ലക്ഷ്യങ്ങൾ മാറട്ടെ, മനുഷ്യൻ കൊണ്ടിട്ട കാഴ്ചപ്പാട് മാറട്ടെ, മനുഷ്യൻ കൊണ്ടിട്ട ആറ്റിറ്റ്യൂഡ്സ് മാറട്ടെ, ലോകം തന്ന ആറ്റിറ്റ്യൂഡ് മാറട്ടെ. പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ദർശനം, പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വെളിപ്പാട്, അഭിഷേകം നിന്നിലേക്ക് ഇറങ്ങിയാൽ, ദൈവ സാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങിയാൽ, ആലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദി നിന്നിലേക്കൊന്ന് പകർന്നാൽ, ആലയത്തിലെ നന്മ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ വരുന്ന മാറ്റങ്ങൾ വെളിപ്പാടിൽ കാണാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്ന പിതാവേ, കഴിഞ്ഞു പോയ ആണ്ടുകൾ ഫലമില്ലാതായി ജീവിച്ചതോർത്തിടുമ്പോൾ ഞങ്ങൾ, കഴിഞ്ഞു പോയ ആണ്ടുകൾ ഫലമില്ലാതായി ജീവിച്ചതോർത്തിടുമ്പോൾ ഞങ്ങൾ ദുഃഖിതരായി സ്വയനീതിയെല്ലാം പൂർണ്ണമായി വെടിഞ്ഞിടുന്നു. ദുഃഖിതരായി സ്വയനീതിയെല്ലാം പൂർണ്ണമായി വെടിഞ്ഞിടുന്നു. ദാനം ദാനം വിശുദ്ധാത്മദാനം പകരുക ദൈവസുത അങ്ങേ, വാഗ്ദത്തം പ്രാപിപ്പാനാധി ഏഴകൾ ജീവിക്കുന്നു. ആമേൻ. വാഗ്ദത്തം പ്രാപിപ്പാൻ
ഏഴകൾ യാചിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? കർത്താവേ, പൂർണ്ണമായി ഫലം കായ്ക്കാത്ത, സമ്പുഷ്ടീകരണം നടക്കാത്ത, ഫലകരമായൊരു ജീവിതത്തിൻ്റെ ഉടമകളാകാൻ കഴിയാത്ത, എല്ലാ മുള്ളും പറക്കാരകളും നീങ്ങി സമൃദ്ധിയായ ജീവൻ അനുഭവിക്കുന്ന, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്ന, താഴ്വരകൾ ധാന്യം കൊണ്ട് നിറയുന്ന, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറയുന്ന, അവയെ ആർക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു നല്ല കാലത്തിനായി ആത്മനദിയിലെ ഒരു ഒഴുക്ക് എന്നിലൂടൊന്ന് വീഴണം. എന്നെ അത് നനയ്ക്കണം. ആത്മനദിയുടെ ഒഴുക്കിനാൽ, ആത്മനദിയുടെ നനവിനാൽ എന്നിൽ പൊട്ടിപ്പുറപ്പെടുന്ന ആ മുളയെ അങ്ങൊന്ന് അനുഗ്രഹിക്കണം, അങ്ങൊന്ന് അനുഗ്രഹിക്കണം, അങ്ങൊന്ന് അനുഗ്രഹിക്കണം. എത്ര പേരെന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു? പറ്റുമെങ്കിൽ നിങ്ങളുടെ വലങ്കരം നിങ്ങളുടെ മാറോട് ചേർത്തൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ വചനം വേറെ ആർക്കും ഉള്ളതല്ല, എനിക്കുള്ളതാണ്. എന്നെ ഒന്നും കൂടെ സമർപ്പിക്കുന്ന പിതാവ്, ഈ എളിവനെ ഒന്നും കൂടെ സമർപ്പിക്കുന്ന കർത്താവ്, മുള്ളും പറക്കാറുകളും നീങ്ങി ഫലപുഷ്ടമായൊരു തലത്തിലേക്ക് കർത്താവേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നാൽ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ നിറഞ്ഞാൽ, ആ നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത സന്തോഷത്തിലേക്ക്, ആത്മനിറവിലേക്ക് ഞാൻ വന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊരു വെളിപ്പാട് ഇന്ന് പകൽ എനിക്ക് തരണമപ്പ, എനിക്ക് തരണമപ്പ. ആത്മാവിന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിയുന്ന മാറ്റങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലെ പണിതെടുക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ, ആത്മാവിനെ നിറയ്ക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ, അതിൻ്റെ ഒരു വെളിപ്പാട് ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് തരണമേ അപ്പ. അതിനായി ഞങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.